പശ്ചിമേഷ്യൻ രാഷ്ട്രീയത്തിലും യുദ്ധതന്ത്രങ്ങളിലും ഇന്നുണ്ടാകുന്ന ചലനങ്ങൾ ലോകത്തെയാകെ അമ്പരപ്പിക്കുന്നതാണ്. പ്രത്യേകിച്ചും 2026 ഫെബ്രുവരി 28-ന് ശേഷം മേഖലയിൽ രൂപപ്പെട്ട പുതിയ യുദ്ധ സാഹചര്യങ്ങൾ സൈനിക നിരീക്ഷകർക്ക് വലിയൊരു കടങ്കഥയായി മാറിയിരിക്കുന്നു. ഇറാന്റെ ആത്മീയ നേതാവ് അയത്തുള്ള അലി ഖമേനിയുടെ മരണത്തിലേക്ക് നയിച്ച ആക്രമണങ്ങൾക്ക് പിന്നാലെ ഇസ്രയേലിനും അമേരിക്കയ്ക്കുമെതിരെ ഇറാൻ നടത്തുന്ന പ്രത്യാക്രമണങ്ങളുടെ കൃത്യതയും വേഗതയും ആരെയും അമ്പരപ്പിക്കുന്നതാണ്. ഇറാന്റെ പക്കൽ ഇത്രയധികം മിസൈലുകൾ ഉണ്ടെന്ന് താൻ കരുതിയിരുന്നില്ല എന്ന് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പോലും പരസ്യമായി സമ്മതിക്കുമ്പോൾ ആധുനിക യുദ്ധതന്ത്രങ്ങളിൽ ഇറാന് ലഭിച്ച ഈ പുതിയ കരുത്തിന്റെ ഉറവിടം തേടുകയാണ് ലോകം. ഈ അന്വേഷണങ്ങൾ ചെന്നു നിൽക്കുന്നത് ചൈന വികസിപ്പിച്ചെടുത്ത അത്യാധുനിക നാവിഗേഷൻ സംവിധാനമായ ബെയ്ഡൌ എന്ന സാങ്കേതിക വിദ്യയിലേക്കാണ്. അമേരിക്കയുടെ ഗ്ലോബൽ പൊസിഷനിംഗ് സിസ്റ്റത്തിന്, അതായത് GPS-ന് ബദലായി ചൈന ലോകത്തിന് മുന്നിൽ അവതരിപ്പിച്ച ഒരു വൻകിട പദ്ധതി എന്ന നിലയിലാണ് ബെയ്ഡൌ ഇപ്പോൾ ശ്രദ്ധിക്കപ്പെടുന്നത്. എന്നാൽ വെറുമൊരു നാവിഗേഷൻ സംവിധാനം എന്നതിനേക്കാൾ ഒരു രാജ്യത്തിന്റെ സൈനിക ശേഷിയെ ഏത് വിധത്തിൽ മാറ്റിമറിക്കാൻ ഇതിന് സാധിക്കും എന്നതിന്റെ ഉദാഹരണമായി ഇറാന്റെ പ്രകടനം മാറുകയാണ്. വർഷങ്ങളായി അമേരിക്കയുടെ ഉപരോധങ്ങൾക്കിടയിലും ഇറാൻ തങ്ങളുടെ മിസൈൽ സാങ്കേതിക വിദ്യയിൽ എങ്ങനെ ഇത്രയേറെ കൃത്യത കൈവരിച്ചു എന്ന ചോദ്യത്തിന് പടിഞ്ഞാറൻ ഇന്റലിജൻസ് ഏജൻസികൾ നൽകുന്ന മറുപടി ചൈനയുമായുള്ള ഇറാന്റെ സാങ്കേതിക സഹകരണമാണ്. ഇസ്രയേലിനും അമേരിക്കയ്ക്കും എതിരെയുള്ള പോരാട്ടത്തിൽ ഇറാന്റെ കരുത്തായി മാറിയിരിക്കുന്നത് ചൈനീസ് ഉപഗ്രഹങ്ങളുടെ ഈ കണ്ണുകളാണെന്ന് പല വിദഗ്ധരും സാക്ഷ്യപ്പെടുത്തുന്നു. ബെയ്ഡൌ എന്ന സംവിധാനത്തിന്റെ ചരിത്രം പരിശോധിച്ചാൽ അതിന്റെ പിന്നിലെ ചൈനീസ് ലക്ഷ്യം വ്യക്തമാകും. 1996-ലെ തായ്വാൻ പ്രതിസന്ധിയുടെ സമയത്ത് അമേരിക്ക തങ്ങളുടെ GPS സിഗ്നലുകൾ വിച്ഛേദിക്കുമോ എന്ന ഭയം ചൈനയെ വേട്ടയാടിയിരുന്നു. യുദ്ധസമയത്ത് അമേരിക്കയുടെ ഇത്തരം സാങ്കേതിക വിദ്യകളെ അമിതമായി ആശ്രയിക്കുന്നത് അപകടകരമാണെന്ന് തിരിച്ചറിഞ്ഞ ബീജിംഗ് സ്വന്തമായി ഒരു നാവിഗേഷൻ ശൃംഖല നിർമ്മിക്കാൻ തീരുമാനിക്കുകയായിരുന്നു. 2020-ൽ ചൈനീസ് പ്രസിഡന്റ് ഷീ ജിൻപിങ് ഇതിന്റെ ഏറ്റവും പുതിയ പതിപ്പ് ഔദ്യോഗികമായി ലോകത്തിന് സമർപ്പിച്ചു. ഇന്ന് ലോകത്തിൽ ഏറ്റവും കൂടുതൽ ഉപഗ്രഹങ്ങളുള്ള നാവിഗേഷൻ സംവിധാനമായി ഇത് മാറിയിരിക്കുന്നു. അമേരിക്കയുടെ GPS വെറും 30ഓളം ഉപഗ്രഹങ്ങളെ ആശ്രയിക്കുമ്പോൾ ബെയ്ഡൌ 45 ഉപഗ്രഹങ്ങളുടെ സഹായത്തോടെയാണ് പ്രവർത്തിക്കുന്നത്. ഈ സാങ്കേതിക മികവ് തന്നെയാണ് യുദ്ധകളത്തിൽ ഇറാന് തുണയാകുന്നതും. എന്തുകൊണ്ടാണ് ബെയ്ഡൌ GPS-നേക്കാൾ അപകടകാരിയാകുന്നത് എന്നതിന് സൈനിക വിദഗ്ധർ കൃത്യമായ വിശദീകരണം നൽകുന്നുണ്ട്. മിസൈലുകൾ ലക്ഷ്യസ്ഥാനത്ത് കൃത്യമായി പതിക്കണമെങ്കിൽ അവയ്ക്ക് ലഭിക്കുന്ന സിഗ്നലുകൾക്ക് യാതൊരു തടസ്സവും ഉണ്ടാകാൻ പാടില്ല. അമേരിക്കൻ നിർമ്മിത GPS സിഗ്നലുകൾ ജാം ചെയ്യാനോ അല്ലെങ്കിൽ തെറ്റായ സിഗ്നലുകൾ നൽകി മിസൈലുകളെ വഴിതെറ്റിക്കാനോ ഇസ്രയേലിനും അമേരിക്കയ്ക്കും എളുപ്പത്തിൽ സാധിക്കും. എന്നാൽ ബെയ്ഡൌ സംവിധാനം ഉപയോഗിക്കുന്ന ഫ്രീക്വൻസി ഹോപ്പിംഗ് സാങ്കേതിക വിദ്യയും B3A എന്ന സൈനിക ഗ്രേഡ് സിഗ്നലുകളും ഇത്തരം തടസ്സങ്ങളെ അതിജീവിക്കാൻ ശേഷിയുള്ളതാണ്. ഇറാന്റെ മിസൈലുകൾക്ക് ഇത്രയേറെ കൃത്യത ലഭിക്കുന്നതിന് പിന്നിലെ രഹസ്യം ബെയ്ഡൌവിന്റെ ഈ അൺജാമബിൾ സ്വഭാവമാണെന്ന് പ്രശസ്ത മിലിറ്ററി അനലിസ്റ്റ് പാട്രീഷ്യ മാരിൻസ് ചൂണ്ടിക്കാട്ടുന്നു. ഇറാന്റെ സൈനിക നടപടികൾ നിരീക്ഷിക്കുന്ന ഫ്രഞ്ച് മുൻ ഇന്റലിജൻസ് ഡയറക്ടർ അലൈൻ ജുലെ പറയുന്നത് 8 മാസം മുമ്പ് ഇസ്രയേലുമായി നടന്ന സംഘർഷങ്ങളെക്കാൾ എത്രയോ മടങ്ങ് വർദ്ധിച്ച കൃത്യതയാണ് ഇപ്പോൾ ഇറാൻ മിസൈലുകൾക്ക് പ്രകടമാക്കുന്നത് എന്നാണ്. ഇത് സൂചിപ്പിക്കുന്നത് ഇറാന്റെ മിസൈൽ ഗൈഡൻസ് സിസ്റ്റത്തിൽ ഒരു വലിയ മാറ്റം സംഭവിച്ചു എന്നാണ്. അമേരിക്കയുടെ GPS സിഗ്നലുകൾക്ക് പകരം ചൈനീസ് സിഗ്നലുകളെ ഇറാൻ ആശ്രയിക്കാൻ തുടങ്ങിയതോടെ ഇസ്രയേലിന്റെ പ്രതിരോധ സംവിധാനങ്ങളെ പോലും മറികടക്കാൻ ഇറാന് സാധിക്കുന്നു. സാധാരണയായി സിവിൽ സിഗ്നലുകളിൽ 5 മുതൽ 10 മീറ്റർ വരെ വ്യത്യാസം ഉണ്ടാകാമെങ്കിൽ സൈനിക ആവശ്യങ്ങൾക്കായി ഉപയോഗിക്കുന്ന പ്രത്യേക സിഗ്നലുകൾ ലക്ഷ്യസ്ഥാനം സെന്റിമീറ്ററുകളുടെ കൃത്യതയോടെ കണ്ടെത്താൻ സാധിക്കുന്നു. സാങ്കേതിക വിദ്യയുടെ ഈ കൈമാറ്റം വെറുമൊരു സൈനിക നീക്കം മാത്രമല്ല, മറിച്ച് ഒരു വലിയ ജിയോ പൊളിറ്റിക്കൽ മാറ്റത്തിന്റെ സൂചന കൂടിയാണ്. അമേരിക്കൻ സ്വാധീനത്തെ മറികടക്കാൻ റഷ്യയും ചൈനയും ഇറാനും ചേർന്നൊരുക്കുന്ന പുതിയ അച്ചുതണ്ടിന്റെ കരുത്താണ് ഇവിടെ പ്രതിഫലിക്കുന്നത്. ചൈന തങ്ങളുടെ ബെയ്ഡൌ സംവിധാനത്തെ ലോകം മുഴുവൻ വ്യാപിപ്പിക്കാൻ ശ്രമിക്കുമ്പോൾ അത് GPS-ന് മേലുള്ള അമേരിക്കൻ ആധിപത്യത്തിനാണ് ഭീഷണിയാകുന്നത്. ഇതിനകം തന്നെ പാകിസ്ഥാൻ ഉൾപ്പെടെയുള്ള പല രാജ്യങ്ങളും ബെയ്ഡൌവിന്റെ സൈനിക സേവനങ്ങൾ സ്വീകരിച്ചു കഴിഞ്ഞു. ഇറാന്റെ കാര്യത്തിൽ ചൈനയുമായി അവർ ഒപ്പിട്ട 25 വർഷത്തെ തന്ത്രപ്രധാനമായ സഹകരണ കരാർ ഇത്തരം സാങ്കേതിക കൈമാറ്റങ്ങൾക്ക് ഔദ്യോഗികമായ ഒരു അടിത്തറ നൽകുന്നുണ്ട്. ഭൂമിയിലെ ആശയവിനിമയ സംവിധാനങ്ങൾ തകരുന്ന സാഹചര്യത്തിൽ പോലും ബെയ്ഡൌ സംവിധാനം ഉപയോഗിച്ച് സന്ദേശങ്ങൾ കൈമാറാൻ കഴിയുമെന്നത് ഇറാന് വലിയൊരു മുൻതൂക്കം നൽകുന്നു. കടലിലോ ഒറ്റപ്പെട്ട മേഖലയിലോ ഉള്ള സൈനികർക്ക് ഉപഗ്രഹങ്ങൾ വഴി നേരിട്ട് വിവരങ്ങൾ കൈമാറാൻ സാധിക്കുന്നത് യുദ്ധകാലത്ത് അമൂല്യമാണ്.
ചൈനീസ് കമ്പനികൾ വികസിപ്പിച്ചെടുത്ത ചിപ്പുകളും ആന്റിനകളും ഇറാനിയൻ ഡ്രോണുകളും മിസൈലുകളും ഘടിപ്പിച്ചതോടെ ആധുനിക കാലത്തെ ഡിജിറ്റൽ യുദ്ധക്കളത്തിൽ ഇറാൻ ഒരു കടുത്ത വെല്ലുവിളിയായി മാറിയിരിക്കുന്നു. ഈ സാങ്കേതിക വിദ്യയെ പൊതുജനങ്ങളിലേക്ക് എത്തിക്കുന്നതിനും അതിന്റെ ചരിത്രം വിശദീകരിക്കുന്നതിനും സെലസ്റ്റിയൽ നോർത്ത് പോലെയുള്ള ടെലിവിഷൻ പരമ്പരകൾ വരെ ചൈനയിൽ ഒരുങ്ങുന്നുണ്ട് എന്നത് ബെയ്ഡോ പദ്ധതിക്ക് ചൈന നൽകുന്ന പ്രാധാന്യം വ്യക്തമാക്കുന്നു. ചുരുക്കത്തിൽ പശ്ചിമേഷ്യയിലെ സംഘർഷം വെറുമൊരു ആയുധ പോരാട്ടം മാത്രമല്ല, അത് സാങ്കേതിക വിദ്യകളുടെ കൂടെ മത്സരമാണ്. അമേരിക്കൻ ഉപഗ്രഹങ്ങളും ചൈനീസ് ഉപഗ്രഹങ്ങളും ആകാശത്ത് നടത്തുന്ന നിശബ്ദമായ യുദ്ധമാണ് ഇന്ന് ഭൂമിയിലെ മിസൈലുകളുടെ ഗതി നിർണ്ണയിക്കുന്നത്. ഇറാന്റെ മിസൈൽ കൃത്യതയ്ക്ക് പിന്നിൽ ചൈനീസ് ബെയ്ഡോ ആണെന്ന വാർത്തകൾ ശരിയാണെങ്കിൽ അത് ലോകക്രമത്തിൽ വലിയ മാറ്റങ്ങൾ വരുത്തും. അമേരിക്കൻ സാങ്കേതിക വിദ്യയുടെ മേധാവിത്വം ചോദ്യം ചെയ്യപ്പെടുന്ന ഒരു കാലഘട്ടത്തിലേക്കാണ് നാം നീങ്ങുന്നത്. ഇറാന്റെ കരുത്ത് വർദ്ധിക്കുമ്പോൾ അത് കേവലം ഒരു രാജ്യത്തിന്റെ വിജയമല്ല, മറിച്ച് പടിഞ്ഞാറൻ സാങ്കേതിക ആധിപത്യത്തിന് ബദലായി ഒരു കിഴക്കൻ സാങ്കേതിക വിദ്യ വിജയിക്കുന്നു എന്നതിന്റെ അടയാളം കൂടിയാണ്. വരും ദിവസങ്ങളിൽ പശ്ചിമേഷ്യയിലെ ഓരോ സ്ഫോടനവും ഈ ആഗോള സാങ്കേതിക മത്സരത്തിന്റെ ഫലങ്ങൾ കൂടിയായിരിക്കും നമുക്ക് കാട്ടിത്തരിക. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.